പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. മാസം തോറും ഇവിടെ നടത്തി വരുന്ന ഈ ബൈബിൾ ക്ലാസ്സിനോടനുബന്ധിച്ച് ഈ മാസത്തിൽ അടിയനും ഇങ്ങനെയായിരിക്കാൻ ദൈവം അവസരമൊരുക്കി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഈ നാട്ടുകാരനാണ്, നെല്ലിയാമ്പതിയിലാണ് ജനിച്ചതും വളർന്നതൊക്കെ. നെന്മാറയിലെ എല്ലാ സ്ഥലങ്ങളും അറിയാം. ഇവിടെയായിരുന്നു വളർന്നത് ഒരു പരിധി വരെ. 1981 കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് പോയിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരികയും പോവുകയും ഉണ്ടായിരുന്നു. എങ്കിലും ബന്ധം ഒരു വിധത്തിൽ മുറിഞ്ഞു പോകാനായിട്ട് സാധിച്ചിട്ടില്ല. ഇവിടെയുള്ള ദൈവജനങ്ങളോട് ചേർന്ന് ആത്മീയ കൂട്ടായ്മയിലായിരിക്കാനും ദൈവം അവസരം ഒരുക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ചില വാക്യങ്ങൾ വായിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം. നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യം പറയാൻ എനിക്കറിയത്തില്ല കേട്ടോ. നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. നമുക്കൊന്നുകൂടെ അത് ആവർത്തിച്ച് ചിന്തിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊരു വാക്യം സങ്കീർത്തനങ്ങളിൽ നിന്ന് വായിക്കാം. 116 സങ്കീർത്തനം. ഒന്നും രണ്ടും വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി എന്ന് വായിക്കാം. ഓക്കെ. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട്. 116 സങ്കീർത്തനം 1-2 വാക്യങ്ങളാണ്. 116 1 2 വാക്യങ്ങൾ. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട്. എന്താ ഇതിന് വ്യത്യാസം? ഈ പ്രാർത്ഥനയ്ക്കും യാചനയ്ക്കും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ടോ? ക്ലാസ്സാണ് കേട്ടോ, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പോയാൽ നമുക്ക് ഉറക്കം വരാതിരിക്കാൻ സാധിക്കും. എന്താ ഈ പ്രാർത്ഥനയ്ക്കും യാചനയ്ക്കും തമ്മിലുള്ള വ്യത്യാസം? ആ വാക്കിൽ തന്നെ ഉണ്ട്. എന്താ യാചന എന്ന് പറഞ്ഞാൽ? നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ചിലർ വരാറുണ്ടല്ലേ? അവരെന്ത് പേര് പറഞ്ഞു വിളിക്കും നമ്മൾ? യാചകർ അല്ലേ? യാചകർ. എന്താ അങ്ങനെ പറയുന്നത്? യാചന അല്ലെങ്കിൽ യാചകരെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ വീടുകളിലേക്ക് വന്നിട്ട് ആവശ്യപ്പെടുന്നതിന് അവർക്ക് അവകാശമില്ലായിട്ടല്ല. മനസ്സിലായോ? അവർക്കത് ചോദിക്കാനോ വാങ്ങിക്കാനോ അവർക്കത് നമ്മുടെ കൈകളിൽ നിന്ന് വാങ്ങിക്കാനുള്ള അവർക്ക് അർഹതയും യോഗ്യതയൊന്നുമില്ല. പിന്നെ നമ്മൾ കനിവോടുകൂടെ ദയോടുകൂടെ അവർക്ക് കൊടുക്കുന്നതാണ് യാചന. അപ്പോൾ ഈ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്ക് അവകാശത്തോടെ ചോദിക്കാൻ സാധിക്കുന്നത്. മൂളുന്നുണ്ടല്ലേ? ഒരു മൂളത്തോടെ ഇതോ? അപ്പോൾ നമുക്ക് അവകാശമില്ലാത്ത അർഹതയില്ലാത്ത കാര്യത്തിനെയാണ് യാചന അല്ലെങ്കിൽ യാചിക്കുക എന്ന് പറയുന്നത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാലോ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ 2 പേരും ഇവിടെ ഉണ്ട്. ആ കുഞ്ഞുങ്ങളുടെ ഒരാവശ്യം, സ്കൂളിൽ ഒരു ആവശ്യം നടക്കാനുണ്ട്. അവർക്കൊരു 100 രൂപ വേണം ഒരു ബുക്ക് വാങ്ങിക്കാനായിട്ടാണ്. ആരോട് വന്ന് ചോദിക്കും? ബിജു ബ്രദറിനോട് വന്ന് ചോദിക്കുകയാണ്, എനിക്ക് സ്കൂളിലെ ഇന്ന ആവശ്യത്തിന് വേണ്ടി ഒരു 100 രൂപ തരണം. എന്താ അങ്ങനെ ചെയ്യുന്ന കാര്യം? ആ കൊച്ചിന് അത് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അപ്പനോടാണ് അത് ചോദിക്കുന്നത്. അപ്പനത് തരാൻ ബാധ്യസ്ഥനുമാണ്. ആയതുകൊണ്ട് തൻ്റെ പിതാവിനോട് വന്ന ആവശ്യം ഉന്നയിച്ച് വാങ്ങിക്കാനുള്ളതായിരിക്കുന്ന അവകാശമുള്ളത് കൊണ്ട്, അർഹതയുള്ളത് കൊണ്ട് വന്ന് ചോദിക്കുന്നു. ഇതാണ് പ്രാർത്ഥനയ്ക്കുള്ള വ്യത്യാസം. മനസ്സിലായോ? നമുക്ക് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. എന്തിനാണ്? എന്തുകൊണ്ടാണ്? നമുക്കത് അപ്പനുള്ള നിലയ്ക്ക് പിതാവിനോട് ചോദിച്ച് വാങ്ങിക്കാനുള്ള അവകാശമുള്ളത് കൊണ്ട് നമ്മൾ ചോദിക്കുകയാണ്. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇത് 2 നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും, പ്രാർത്ഥനയും യാചനയും. ഇനി ആ വാക്യത്തിലേക്ക് വരാം. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. സന്തോഷമുള്ളൊരു വാക്യമല്ലേ? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടില്ല, നമ്മളെന്ത് ചെയ്യും? ദൈവത്തോട് അല്ലേ പിണങ്ങും. കാരണം ഞാൻ ചോദിച്ചിട്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് അതെനിക്ക് ലഭിച്ചില്ല.
ഇനി രണ്ടാമത്തെ വാക്യത്തിലേക്ക് വന്ന് നോക്കി, അത് കുറച്ചുകൂടെ ഒരു വ്യത്യസ്തമായിരിക്കുന്ന ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കിയേ, അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട ഒരു വാക്യമാണ്. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട്. അതെന്താ എൻ്റെ ആശയം മനസ്സിലായോ? ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഒരു ഹന്ന മോൾ ഇരിപ്പുണ്ട്. ഹന്ന മോൾ ഇത്രയേ ഉള്ളൂ. ഈ ഹന്ന മോൾക്ക് എന്നോട് ഒരു രഹസ്യം പറയണം. നിങ്ങളാരും കേൾക്കാനും പാടില്ല, സീക്രട്ടാണ് കേട്ടോ. ഇപ്പം നിങ്ങളാരും കേൾക്കാതെ എന്നോട് ഒരു രഹസ്യമുണ്ട്, അത് പറയണം. എന്തു ചെയ്യും? ആ കൊച്ചിപ്പോൾ ഇവിടെ വന്നത് ഈ പൊക്കമേ ഉള്ളൂ. എൻ്റെ ചെവിയാണെങ്കിൽ ഈ ഹൈറ്റിലാണ് നിൽക്കുന്നത്. എന്താ വഴിയുണ്ട്? ഒരു 2 വഴിയുണ്ട്. എന്നറിയോ? ഒന്ന്, ഈ ഒരു കസേര ഇവിടെ കൊണ്ടിട്ടിട്ട് ആ കൊച്ചിന് ആ കസേരമേ കയറി നിന്നാൽ അവളുടെ വായും എൻ്റെ ചെവിയും ഏകദേശം ഒരു പൊക്കത്തിൽ വരും. അപ്പോൾ എന്ത് ചെയ്യാം? എന്നോട് രഹസ്യം പറയാം. അല്ലാതെ വേറൊരു വഴി എന്താണെന്നറിയോ? ഞാൻ ഈ കുഞ്ഞിൻ്റെ പൊക്കത്തിലേക്ക്, എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ വായുടെ പൊക്കത്തേക്ക് എൻ്റെ ചെവി ചായ്ക്കുകയാണ്. അപ്പോൾ ഞാനൊരു കുഞ്ഞിൻ്റെ ലെവലിലേക്ക് എന്ത് ചെയ്യാണ്? താണു വരികയാണ്. അതാണ് ഈ വാക്കിൻ്റെ ആശയം. അപ്പോൾ ദൈവം, ഉന്നതനായിരിക്കുന്ന ദൈവം എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകളുടെ യാചനകളുടെ മുമ്പിൽ തൻ്റെ ചെവി നമ്മളിലേക്ക് എന്ത് ചെയ്യാണ്? ചായ്ച്ചുകയാണ്, താഴ്ത്തിക്കൊണ്ടുവരികയാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ടല്ലേ. എന്നാൽ ഇന്ന് ചുരുങ്ങിയ സമയത്ത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് യാചിച്ചു, പക്ഷെ ദൈവം അനുകൂലമായിട്ട് ഉത്തരം നൽകിയില്ല. അങ്ങനെ ചില ആളുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരു ക്ലാസ്സിൻ്റെ രൂപത്തിലല്ല. ഈ ബൈബിൾ ക്ലാസ്സിൻ്റെ പ്രത്യേകതയുണ്ട്. നമ്മൾ കുറേ വിഷയങ്ങൾ 1, 2, 3 നാൾ കുറേ പോയിന്റുകൾ പഠിച്ചിട്ട് നമ്മളങ്ങ് പോകും. പിന്നെ എത്ര നാൾ മനസ്സിൽ നിൽക്കും? എനിക്കറിയാം, കുറിച്ച് വെച്ചത് പിന്നെ ആ ഭാഗത്തേക്ക് പോകാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇതല്ല, നമ്മൾ ചിന്തിക്കുന്ന കാര്യം നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കാനായിട്ടുള്ള ഒരു ആശയം, ഒരു ഭാഗമാണ് ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ദൈവം അനുകൂലമായി ഉത്തരം നൽകിയില്ല. അങ്ങനെയുള്ള ഒരു 4 പേരെക്കുറിച്ച് തുടർന്നുള്ള അല്പസമയത്തിൽ 3/4 മണിക്കൂറിനുള്ളിൽ ചിന്തിച്ച് നിർത്താം എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കൊരു വാക്യത്തിലേക്ക് വരാം. ആവർത്തന പുസ്തകം 3-ാം അധ്യായം 23 മുതൽ ഒന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 3-ാം അധ്യായം 23 മുതൽ. ഓക്കെ, നിർത്തി വായിക്കണേ. ഇത് മോശ ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഒരു കാര്യമാണ്. ഈ ആവർത്തനം എന്ന് പറഞ്ഞാൽ അർത്ഥം ആവർത്തന പുസ്തകം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, 5 ഗ്രന്ഥങ്ങളുണ്ട്. ഈ ആവർത്തന പുസ്തകം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ആ വാക്കി തന്നെയുണ്ട്. എന്താ? നേരത്തെ പറഞ്ഞ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുകയാണ്, ആവർത്തിക്കുകയാണ്. അപ്പോൾ നേരത്തെ സംഭവിച്ച ഒരു കാര്യം ഒന്നുകൂടെ മോശ ഇസ്രായേൽ ജനത്തോട് ആവർത്തിച്ചു പറയുന്ന ഒരു ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത്. എങ്ങനെയാണ് ഇരിക്കുന്നത്? അക്കാലത്ത്, പഴയൊരു കാര്യം എടുത്തു പറയാം, അക്കാലത്ത് ഞാൻ യഹോവയോട് അപേക്ഷിച്ചു. ആ വാക്ക് നോക്കിക്കേ, അപേക്ഷ, ആപ്ലിക്കേഷൻ അല്ലേ, അപേക്ഷിക്കുകയാണ്. അപ്പോൾ ആ അപേക്ഷയോട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു നോക്കിയേ. എന്താ? 24-ാം വാക്യത്തിൽ, കർത്താവായ യഹോവേ, നിന്റെ മഹത്വവും നിന്റെ ഭുജവീര്യവും അടിയനെ കാണിച്ചു തുടങ്ങിയല്ലോ. നിന്റെ ക്രിയകൾ പോലെയും നിന്റെ വീര്യപ്രവൃത്തികൾ പോലെയും ചെയ്യുവാൻ കഴിയുന്ന ദൈവം സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ആരുള്ളൂ? അപ്പോൾ ഒരപേക്ഷ മുമ്പിൽ വെക്കുമ്പോൾ, ദൈവം മുമ്പാകെ വെക്കുമ്പോൾ ഓടിച്ചാറി കയറി നമ്മൾ ആവശ്യം പറയുകയല്ല വേണ്ടത്. ഇപ്പോൾ ചില കുഞ്ഞുങ്ങളുടെ കാര്യം ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഹന്ന മോളുണ്ട്. അവളൊരു വലിയ കാര്യം സാധിക്കാനായിട്ട് ബിജു അങ്കിളുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ വന്ന ഉടനെ എന്താ പറയുക? നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരുന്നാണല്ലോ, അപ്പനോടൊക്കെ ഒരു കാര്യം സാധിക്കണം, നമ്മൾ ആദ്യം വന്ന് എന്ത് പറയും? അപ്പോൾ എനിക്ക് സ്കൂളിൽ പിന്നെ ഇത്ര രൂപ കൊടുക്കാണ്ട് എനിക്ക് തരണം, അങ്ങനെയാണോ പറയുക? അങ്ങനെ പറയുന്നവരുണ്ടായിരിക്കും. പക്ഷെ ബുദ്ധിയുള്ള കുഞ്ഞ് എന്ത് ചെയ്യുന്നറിയാമോ? അപ്പനെ ആദ്യം ഒന്ന്, അയ്യോ എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ?
എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞാൽ ഈ എന്താ അളുവശ്ശേരിയിൽ ഇതുപോലെ ഒരാളുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പൊക്കി കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അപ്പം എനിക്ക് ഇന്ന കാര്യം പറയുമ്പോൾ അപ്പൻ എന്ത് ചെയ്യും? എൻ്റെ കുഞ്ഞ് എന്നെ ഒന്ന് മനസ്സിലാക്കിയതാണ്, കൊടുത്തതിൻ്റെ നന്ദി അവൾക്കുണ്ട്, സ്നേഹം എനിക്ക് അവൾക്ക് എന്നോടുണ്ട്, അതുകൊണ്ട് ഞാൻ കൊടുത്തേ മതിയാകൂ എന്നോർത്ത് കൊടുക്കുകയായി. അതേ രീതിയിൽ ഇവിടെ പറയുന്നത് നോക്കിക്കേ. ഒരു വലിയ കാര്യം പറയാനായിട്ട് മോശ ദൈവത്തിൻ്റെ അടുക്ക വന്നിട്ട് ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് നോക്കിക്കേ. കർത്താവായ യഹോവേ, നിൻ്റെ മഹത്വവും നിൻ്റെ ഭുജവീര്യവും അടിയനെ കാണിച്ചു തുടങ്ങിയല്ലോ. നിൻ്റെ ക്രിയകൾ പോലെയും നിൻ്റെ വീര്യപ്രവൃത്തികൾ പോലെയും ചെയ്യുവാൻ കഴിയുന്ന ദൈവം സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ആരുള്ളൂ എന്ന് പറഞ്ഞ് ദൈവത്തെ ഉയർത്തുകയാണ്. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പം ആ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ല. ശിഷ്യന്മാർ പറഞ്ഞു കർത്താവിനോട്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. എന്തായിരുന്നു അതിൻ്റെ വാചകങ്ങൾ തുടങ്ങിയത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, നിൻ്റെ രാജ്യം വരട്ടെ, നിൻ്റെ ഇഷ്ടം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ആവശ്യം പറയുന്നത്. എന്താ പറഞ്ഞത്? അന്നുള്ള ആഹാരം. കണ്ടോ, വന്ന് ഉടനെ ചാടിക്കയറി അന്നുള്ള ആഹാരം വേണം, ഇന്നത് വേണമെന്നല്ല പറയുന്നത്. പിന്നെ ദൈവത്തെ ആദ്യമേ ദൈവം ചെയ്ത നന്മകളെ ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞതിന് ശേഷം ആവശ്യം പറയുമ്പോൾ അത് നടക്കുന്നത്. ഈ പ്രാർത്ഥനയിൽ വലിയൊരു രഹസ്യമാണ് കേട്ടോ. നമ്മൾ ഓടിച്ചാരിക്കുന്നുണ്ട്, കർത്താവേ എനിക്ക് അത് വേണം, കർത്താവേ എനിക്ക് വേണം എന്ന് ഒരു വലിയൊരു ലിസ്റ്റ് അങ്ങ് കൊടുക്കുന്നതിന് മുമ്പേ നേരത്തെ തന്നതായ നന്മകൾക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞാൽ നമ്മുടെ ലിസ്റ്റ് പ്രത്യേകിച്ച് കൊടുക്കണ്ട. അല്ലാതെ തന്നെ ദൈവം എന്ത് ചെയ്യും? ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ്. ഒരുപാട് അത് വേണം ഇത് വേണം. എനിക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കാറില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയും, ദൈവമക്കൾക്ക് വേണ്ടി, വേലക്കാർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കലും എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അധികം പ്രാർത്ഥിക്കാറില്ല. കാര്യം എന്ന് പറയുമ്പോൾ എൻ്റെ ചിന്ത ഇതാണ്, ദൈവം വ്യക്തിപരമായിട്ട് എനിക്ക് തന്നതിന് ഞാൻ എപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഇനിയുള്ള ആവശ്യങ്ങൾ ദൈവം ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് തരും. അതാണ് എൻ്റെ കാര്യം. ഇവിടെ നോക്കണേ, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം മോശ ഒരു വലിയ കാര്യം ദൈവത്തോട് പറയുകയാണ്. ആ ഭാഗ്യം ഒന്ന് നോക്കിക്കേ. 25-ാമത്തെ വാക്യം. ഞാൻ കടന്നു ചെന്ന് നോക്കണേ, ഈ ചോദ്യത്തിന്, ഈ ആവശ്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാരണം ഈ കഴിഞ്ഞ 40 വർഷക്കാലം ഈ ലക്ഷക്കണക്കിന് ജനങ്ങളെ മരുഭൂമിയിലൂടെ നിയന്ത്രിച്ചുകൊണ്ട് നയിച്ചുകൊണ്ട് വന്നതായിരിക്കുന്ന മോശ എന്തായിരുന്നു ഉദ്ദേശം? ഈ ഇത്രയും ജനങ്ങളെ യോർദാൻ അക്കരെയുള്ള കനാൻ ദേശത്തിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് നേതൃത്വം നൽകി വന്ന വ്യക്തിയാണ് ഈ മോശ. ആ മോശ ദൈവത്തോട് പറയുകയാണ്, ഞാൻ കടന്നു ചെന്ന് ആ യോർദാൻ അക്കരെയുള്ള ദേശമൊന്ന് കണ്ടുകൊള്ളട്ടെ. ആ ചോദ്യത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ ആവശ്യത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? നോക്കിക്കേ, തുടർന്ന് നമ്മൾ വായിക്കുന്ന 26-ാം വാക്യത്തിൽ, എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു. സംഭവം പറയാൻ വരുന്നുണ്ട് എന്താ കോപത്തിൻ്റെ കാരണം എന്നുള്ളത്. അപ്പോൾ യഹോവ നിങ്ങൾ നിമിത്തം കോപിച്ചിരുന്നു. അടുത്തത്, എൻ്റെ അപേക്ഷ കേട്ടൊന്നുമില്ല. ഈ മോശ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം, ആരായ വ്യക്തി നോക്കണം. നമ്മൾ വായിക്കുന്നത് ദൈവത്തോട് മുഖാമുഖമായി 40 ദിവസം സംസാരിച്ചൊരു വ്യക്തിയാണ്. മുഖാമുഖമായി കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നുകൊണ്ട് ദൈവത്തോട് സംസാരിച്ചൊരു വ്യക്തിയാണ്. അത്രയും ലക്ഷം ജനങ്ങളെ നടത്തിക്കൊണ്ടവനായിരിക്കുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തി ദൈവത്തിൻ്റെ മുമ്പ് ഒരു അപേക്ഷ വെച്ചിട്ട് ദൈവം ആ അപേക്ഷ കേട്ടില്ല. ഇനി വായിക്കാം. എന്നോട് കോപിച്ചിരുന്നു, എൻ്റെ അപേക്ഷ കേട്ടൊന്നുമില്ല. യഹോവ എന്നോട് മതി, മിണ്ടിപ്പോകരുത്. ഹിന്ദിക്കാർ പറയുന്ന പോലെ ചുപ്പ് രഹോ. ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് മിണ്ടിപ്പോകരുത്. ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് ഇതൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അല്ലേ? ദൈവത്തെ കോപിപ്പിച്ചൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. എന്നെ വായിക്കാം. എന്നോട് സംസാരിക്കരുത്. അടുത്തത്, പിസ്ഗ എന്ന കൊടുമുടിയുടെ മുകളിൽ കയറി കാണുക. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണം അല്ലേ? ഇപ്പം ഈ മേശപ്പുറത്ത് ലഡുവും ജിലേബിയും ഒന്നാം തരം സാധനങ്ങളെല്ലാം നിരത്തി വെച്ചിട്ട് ഈ 2 കുഞ്ഞുങ്ങളോട് പറയുകയാണ്, ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്ന് അത് നോക്കിക്കോണം, തൊട്ടുപോയേക്കരുത് എന്ന് പറഞ്ഞതുപോലെ നീ പിസ്കയുടെ മുകളിൽ കയറി തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കി കണ്ടോണം. പക്ഷെ നീ അതിനകത്തോട്ട് എന്താ ഇതിൻ്റെ സംഭവം?
എന്താ അതിന് കാരണം നമുക്കറിയാം. എന്നാലും നമുക്കൊന്ന് ചിന്തിക്കാമല്ലോ. സംഖ്യാപുസ്തകത്തിലേക്ക് നമുക്കൊന്ന് വരാം. തൊട്ട് മുമ്പത്തെ പുസ്തകം സംഖ്യാപുസ്തകം 20-ാം അധ്യായം ഒരു 3 മുതൽ തന്നെ വായിക്കാം. എന്നാലും 1 മുതൽ തന്നെ വായിക്കാം. എന്നാലും പിടികിട്ടുള്ളൂ. 1 മുതൽ. ജനം കാദേശിൽ പാർത്തു. അവിടെ വെച്ച് മിരിയാം മരിച്ചു. അവിടെ അവളെ അടക്കം ചെയ്തു. ജനത്തിന് കുടിപ്പാൻ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ മോശയ്ക്കും അവരോടും വിരോധമായി കൂട്ടം കൂടി. ജനം മോശയോട് കലഹിച്ചു, ഞങ്ങളുടെ സഹോദരന്മാർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചപ്പോൾ ഞങ്ങളും മരിച്ചുപോയിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. ഞങ്ങളും ഞങ്ങളുടെ മൃഗങ്ങളും ഇവിടെ കിടന്ന് ചാകേണ്ടതിന് നിങ്ങൾ യഹോവയുടെ സഭയെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത് എന്ത്? ഈ വല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ മിസ്രൈമിൽ നിന്നും ഞങ്ങളെ പുറപ്പെടുവിച്ചത് എന്തിന്? ഇവിടെ വിത്തും അത്തിപ്പഴവും മുന്തിരിപ്പഴവും മാതളപ്പഴവും ഇല്ല, കുടിപ്പാൻ വെള്ളവുമില്ല എന്ന് പറഞ്ഞു. എന്നാറെ മോശയും അഹരോനും സഭയുടെ മുമ്പിൽ നിന്നും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ ചെന്ന് കവിണ്ണു വീണു. യഹോവയുടെ തേജസ് അവർക്ക് പ്രത്യക്ഷമായി. നോക്കണേ, ഇത്രയും ജനങ്ങൾ അവരുടെ ഇല്ലായ്മ പറഞ്ഞു മോശയുടെ മുമ്പിൽ വെറുതെ ചോദിക്കുകയല്ല ചെയ്തത്. നമ്മൾ വായിക്കുന്നതൊക്കെ അവർ കലഹിച്ചു, അവർ വിഷമിപ്പിച്ചു, മോശയെ വല്ലാതെ കോപിപ്പിച്ചു. അപ്പോൾ നമ്മൾ വായിക്കണം, മോശയെക്കുറിച്ച് ഇങ്ങനെ ഒരു പദമുണ്ട്. മോശ സർവഭൂമിയിലും ഉള്ളവരെക്കാൾ അതിസൗമ്യനായിരുന്നു. അപ്പോൾ അതിസൗമ്യനായിരിക്കുന്ന മോശയുടെ മുമ്പിൽ ഇതാണ്ട് ഈ പ്രകോപനം ഉണ്ടാക്കുക എന്ന് നമ്മൾ പറഞ്ഞു കേട്ടില്ല. ചിലരുണ്ടല്ലോ, ശാന്തന്മാരായിരിക്കുന്ന ആൾക്കാരുണ്ട്, വലിയ പ്രശ്നത്തിന് പോകത്തില്ല. പക്ഷെ അവർ കോപിച്ചു കഴിഞ്ഞാൽ ആർക്കും നിയന്ത്രിക്കാനും പറ്റത്തില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതിസൗമ്യനായിരിക്കുന്ന മോശയുടെ മുമ്പിൽ ഈ ജനങ്ങളെല്ലാം കൂടെ അങ്ങ് വന്ന് പിറുപിറുത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അങ്ങ് വ്യാകുലപ്പെട്ട് കഴിഞ്ഞപ്പോൾ മോശയും അഹരോനും കൂടെ ദൈവമുമ്പാകെ കവിണ്ട് വീണ ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. ഇനി നമുക്ക് വായിക്കാം. കവിണ്ട് വീണു, യഹോവയുടെ തേജസ് അവർക്ക് പ്രത്യക്ഷമായി. 7-ാം വാക്യം. യഹോവ മോശയോട് മതി, വടിയെടുത്ത് പാറയോട് കൽപ്പിക്ക, അത് വെള്ളം തരും. പറഞ്ഞത് ഇതാണല്ലോ. പക്ഷെ മോശ ചെയ്തത് എന്തായിരിക്കും? താഴോട്ട് വായിച്ചു നോക്കിയേ. അരുളി ചെയ്തു. അത്രയും ദൈവം പറഞ്ഞതുപോലെയായിരുന്നു. ഏതാ? വടിയെടുക്കുന്നത് വരെയും ദൈവം കൽപ്പിച്ചതുപോലെയായിരുന്നു. വടിയെടുത്തു. അടുത്തത് അവരോട് നോക്കണം, ദൈവം പറഞ്ഞത് എന്തായിരുന്നു? വടിയെടുത്ത് പാറയോട് കൽപ്പിക്ക, പാറ വെള്ളം തരും. പക്ഷെ മോശ അത് കേട്ടില്ലയോ? മോശ അത് വിട്ടുപോയതാണോ? എന്താ പറ്റിയത്? ഈ ദൈവത്തിൻ്റെ കൽപ്പനയുടെ മുമ്പിൽ, മോശയുടെ മുമ്പിൽ ഈ ജനത്തിൻ്റെ പിറുപിറുപ്പായിരുന്നു അസഹ്യമായിട്ടുണ്ടായിരുന്നത്. മോശയുടെ ഈ ജനങ്ങളുടെ പിറുപിറുപ്പിനാണ് മോശ അധികം പ്രാധാന്യം കൊടുത്തത്. എന്ത് സംഭവിച്ചു? കൽപ്പിക്കാൻ വേണ്ടി എടുക്കേണ്ടതായിരിക്കുന്ന വടി കൊണ്ട് ഈ പാറയെ 2 പ്രാവശ്യം അടിച്ചു. 2 പ്രാവശ്യം അടിച്ചു. പക്ഷെ ഞാൻ ചിന്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തത നോക്കണേ. 2 പ്രാവശ്യം അടിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 11-ാം വാക്യത്തിൽ അടിച്ചു, വളരെ വെള്ളം പുറപ്പെട്ടു. സത്യത്തിൽ ദൈവം പറഞ്ഞതുപോലെ അല്ലല്ലോ മോശ ചെയ്തത്. ദൈവത്തിന് എന്ത് ചെയ്യാമായിരുന്നു? നമ്മളായിരുന്നു എന്ത് ചെയ്തേനെ? ഞാൻ പറഞ്ഞ പോലെയല്ലല്ലോ ചെയ്തത്. തുള്ളി വെള്ളം നിനക്ക് വരത്തില്ല, അങ്ങനെയല്ലേ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ തമ്പുരാൻ ചെയ്ത് നോക്കിക്കേ, പാറയെ അടിച്ചു. കൽപ്പന പോലെയല്ല ചെയ്തത്, പറഞ്ഞതുപോലെ അല്ല ചെയ്തത്. എന്നിട്ടും പാറയിൽ നിന്ന് വായിച്ചു നോക്കേ, വളരെ വെള്ളം പുറപ്പെട്ടു, ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചു. അപ്പം ദൈവത്തിൻ്റെ ഒരു കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും നമുക്ക് ദൈവം തരുന്ന നന്മകളും അനുഗ്രഹങ്ങളും ദൈവം പറഞ്ഞതുപോലെ നമ്മൾ ചെയ്തിട്ടല്ല, മറിച്ച് ദൈവത്തിന് നമ്മളോടുള്ള വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിലാണ്.
ഇത്രയും ജനങ്ങളും ഇവരുടെ മൃഗസമ്പത്തുമായിരിക്കുന്ന വലിയൊരു കൂട്ടം ഇവരുടെ കൂടെ യാത്ര ചെയ്തു വരുമ്പോൾ ഇവരെ പരിപോഷിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട കാര്യമാണ്. പ്രവാചകനായിരിക്കുന്ന മോശ പറഞ്ഞതുപോലെയല്ല ചെയ്തത് എന്ന് വെച്ച് ഈ ജനങ്ങൾക്ക് കൊടുക്കേണ്ടതായിരിക്കുന്ന നന്മ ദൈവം വിലക്കിയില്ല, നിർത്തിയില്ല. ഇത് നമ്മൾ എപ്പോഴും ഓർക്കണം. ദൈവം നമ്മൾ പറഞ്ഞതുപോലെ പറയാതെ ഒരുപാട് കാര്യങ്ങൾ അല്ലാതെ പോലെ പ്രവർത്തിച്ചിട്ടും ദൈവം നമുക്ക് നന്മയും അനുഗ്രഹങ്ങളും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇനി വായിക്കാം, അതിനെ തുറന്ന് വായിക്കാം. പിന്നെ യഹോവ നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുക, എന്നെ ശുദ്ധീകരിപ്പാൻ തക്കണം എന്നെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോയില്ല എന്ന് ആവർത്തിച്ചു. ഇത് ഇസ്രായേൽ മക്കൾ യഹോവയോട് കലഹിച്ചതും അവർ അവരിൽ ശുദ്ധീകരിക്കപ്പെട്ടതുമായ കലഹജലം. അപ്പൊ നോക്കണം, ദൈവം മുമ്പാകെ മോശ അരുതാത്തത് പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തത പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാലും ദൈവം കൊടുക്കേണ്ടതായിരിക്കുന്ന ശിക്ഷ കൊടുക്കുകയാണ്. എന്താ വായിച്ചത്? നിങ്ങൾ ഈ ജനങ്ങളെ ഏത് ദേശത്തേക്കാണോ കൊണ്ടുപോകുന്നത് ആ ദേശത്തേക്ക് അവർ പോകും. ആര് പോവില്ല? നീ പോവില്ല. ആ സംഭവമാണ് ഇപ്പം നമ്മൾ ആവർത്തന പുസ്തകം 3-ാം അധ്യായത്തിൽ എടുത്തു വായിച്ചിട്ട് പറയുകയാണ്, ദൈവം എൻ്റെ അപേക്ഷ കേട്ടില്ല. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ക്ലാസ് ആണല്ലോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു എന്ത് മനസ്സിലാക്കാം? ഈ ജനങ്ങളുടെ മുമ്പിൽ പ്രവാചകനായിരിക്കുന്ന മോശ ദൈവത്തെ മാനിച്ചില്ല. ഇത് മുഴുവൻ ആര് കാണുന്നുണ്ട്? ഈ ജനങ്ങൾ കാണുന്നുണ്ട്. ഈ കാണുന്ന ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ അരുതാത്തത് പ്രവർത്തിച്ച, ലംഘനം പ്രവർത്തിച്ച പ്രവാചകനായിരിക്കുന്ന തൻ്റെ മോശയെ ദൈവത്തിന് പണിഷ് ചെയ്യാൻ, ശിക്ഷ കൊടുക്കാതിരിക്കാൻ കഴിയുകയില്ല. കാര്യം എന്താ? നേതാവാണ് തെറ്റിപ്പോയിരിക്കുന്നത്, അല്ലേ? നമ്മൾ കേട്ടില്ലേ, അറിയുന്ന പോലീസ് 4 അടി കൂടുതൽ തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രവാചകനായിരിക്കുന്ന വ്യക്തി ഈ കൽപ്പനയെ ലംഘിച്ചു എടുത്തപ്പോൾ തനിക്ക് കൊടുത്ത പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞത് തൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയില്ല. അപ്പോൾ തന്നെ തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, ഈ മോശയോട് ദൈവം വിശ്വസ്ത പുലർത്തിയിട്ടുണ്ട് ഈ കാര്യത്തിൽ. എവിടെയാണെന്നറിയാമോ? മത്തായി സുവിശേഷം ഒന്നെടുക്കാം. 17-ാം അധ്യായം 1 മുതൽ. മത്തായി 17-ന്റെ 1 മുതൽ. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ചു ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. 3-ാം വാക്യം ശ്രദ്ധിക്കുക. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഇടത്തും വലത്തുമായി നിന്ന 2 പേരിൽ ഒരാൾ ഈ മോശയായിരുന്നു. മോശ കനാൻ ദേശത്ത് വന്നോ? ഈ ദേശം ഏതാ? ഈ മറുരൂപ മല എന്ന് പറയുന്ന സ്ഥലം എവിടെയാ? ഇത് ഇസ്രായേൽ ദേശത്തില, പലസ്തീനില, കനാൻ ദേശത്തില. അപ്പോൾ ആ ജനങ്ങളുടെ മുമ്പിൽ ദൈവം പ്രവർത്തിച്ചതെങ്കിലും തൻ്റെ വിശ്വസ്തനായിരിക്കുന്ന പ്രവാചകനായിരിക്കുന്ന മോശയോടുള്ള ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവം നിറവേറ്റി. മോശ എവിടെ വന്നു? കനാൻ ദേശത്തിൽ. പക്ഷെ ആ ജനങ്ങൾ കണ്ടില്ല. ആ ജനങ്ങൾ കണ്ടോ? അന്ന് ഏത് ജനങ്ങളുടെ മുമ്പിൽ അരുതാത്തത് പ്രവർത്തിച്ചോ ലംഘിച്ചുവോ ആ ജനങ്ങൾ കാണുകയല്ല. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ മോശയെ ദൈവം എവിടെ കൊണ്ടുവന്നു? കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അരുതായ്മകളിൽ വീണു പോകുന്നു എങ്കിലും നമ്മളുടെ അനുതാപ ഹൃദയത്തെ മനസ്സിലാക്കുന്ന ദൈവം തൻ്റെ വിശ്വസ്തത നമ്മളോട് കാണിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് യാതൊരു മാറ്റവുമില്ല. അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിച്ചു. ഇനി അടുത്തയാളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം. നമുക്കെല്ലാം അറിയുന്ന ഭാഗമാണ്, അറിയുന്ന ആൾക്കാരാണ്. നമ്മളൊന്ന് ചിന്തിച്ചു പോവുക എന്ന് മാത്രമേ ഉള്ളൂ. 2-ാം പുസ്തകം, ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 12-ാം അധ്യായം 1
15 മുതലൊന്ന് വായിക്കാം. 12-ാം അധ്യായം 15 മുതൽ. രണ്ടാമത്തെ ആളാ. ഊരിയാവിന്റെ ഭാര്യ ദാവീദിന് പ്രസവിച്ച കുഞ്ഞിനെ യഹോവ ബാധിച്ചു. അതിന് കഠിന രോഗം പിടിച്ചു. ദാവീദ് കുഞ്ഞിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദാവീദ് ഉപവസിക്കുകയും അകത്ത് കടന്ന് രാത്രി മുഴുവനും നിലത്ത് കിടക്കുകയും ചെയ്തു. അവന്റെ ഗൃഹപ്രമാണികൾ അവനെ നിലത്ത് നിന്ന് എഴുന്നേൽപ്പിക്കാൻ ഉത്സാഹിച്ചുകൊണ്ട് അരികെ തിന്നു. എന്നാൽ അവന് മനസ്സായില്ല. അവരോട് കൂടെ ഭക്ഷണം കഴിച്ചതുമില്ല. എന്നാൽ 7-ാം ദിവസം കുഞ്ഞ് മരിച്ചുപോയി. കുഞ്ഞ് മരിച്ചു എന്ന് ദാവീദിന് അറിയിപ്പാൻ വൃദ്ധന്മാർ ഭയപ്പെട്ടു. ഓക്കെ, അന്ന് ആദ്യത്തെ ആളെ നമ്മൾ കുറിച്ച് ചിന്തിച്ചു. ആരായിരുന്നു? മോശ. വേദപുസ്തകത്തിൽ ദൈവവുമായി ഇത്രത്തോളം ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു മോശ, ഒന്നാമത്തെ ആൾ. ഇതോ ദാവീദ്. ദാവീദ് ചെറിയ ആളാണോ? ദൈവം മുമ്പാകെ ശ്രേഷ്ഠനായിരിക്കുന്ന ദാവീദിന് ഒരു പ്രത്യേക കാരണമുണ്ട്. നമ്മുടെ കർത്താവ് പോലും അറിയപ്പെട്ടത് ആരുടെ പേരിലായിരുന്നു? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു അല്ലേ? അങ്ങനെ നമ്മൾ ദാവീദിന്റെ സന്തതി. അപ്പോൾ ദാവീദിനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുകയാണെങ്കിൽ ദാവീദ് നിരവധി പാപങ്ങൾ, നിരവധി കുറ്റങ്ങൾ ദൈവമുമ്പാകെ ചെയ്ത ഒരാളാണ്. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 11-ന്റെ ഈ 2 ശമൂവേലിന്റെ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് ദാവീദ് ചെയ്തതായിരിക്കുന്ന ഒരു പാപമായിരുന്നു, നിരവധി പാപങ്ങൾ. നമുക്ക് ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 11-1 മുതൽ. പിറ്റേ ആണ്ടിൽ 11-ന്റെ 1 മുതൽ. രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് യോവാബിനെയും അവനോട് കൂടെ തന്റെ ചേവകരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു. അവർ അമ്മോനിയ ദേശം ശൂന്യമാക്കി രബ്ബാ പട്ടണം നിരോധിച്ചു. ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചിരുന്നു. അത് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേലിന്റെ ജനം യുദ്ധത്തിന് പോകുമ്പോൾ എല്ലാ യുദ്ധത്തിനും രാജാക്കന്മാർ കൂടെ പോകത്തില്ല. അതിന് അവർക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. നല്ല കാലാവസ്ഥ, നല്ല അന്തരീക്ഷം ഉള്ള ആ യുദ്ധങ്ങൾക്ക് മാത്രമേ രാജാവ് കൂടെ പോവുള്ളൂ. കാരണം രാജാവിനൊരു കേട് സംഭവിക്കരുത്, രാജാവ് ഈ യുദ്ധത്തിൽ മരണപ്പെട്ടു പോകരുത്. അങ്ങനെ നല്ലൊരു കാലഘട്ടങ്ങളിൽ മാത്രമേ രാജാവ് യുദ്ധത്തിന് ഈ ജനങ്ങളുടെ കൂടെ പോകുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ നേതാക്കന്മാർ, സേനാനായകന്മാർ പടയാളികളെയും കൊണ്ട് പോകാറാ പതിവ്. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേകം നമ്മൾ വായിക്കുന്നുണ്ട്. പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന കാലം എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് രാജാവിന് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ യുദ്ധത്തിന് പോകാവുന്ന ഒരു സമയമായിരുന്നു, അനുവദനീയമായിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ദാവീദ് യോവാബിനെയും അവനോടുകൂടെ തൻ്റെ ചേവകരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു. അവൻ അമ്മോന്യ ദേശം ശൂന്യമാക്കി രബ്ബാ പട്ടണം നിരോധിച്ചു. ദാവീദോ യെരൂശലേമിൽ തന്നെ എന്ന് പറഞ്ഞാൽ താൻ തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ കടന്നു പോകേണ്ട സമയത്ത് ഭവനത്തിൽ അലസമായിരിക്കുകയാണ്. ഇനി അടുത്ത വായിച്ചു നോക്കിക്കേ. ഒരു നാൾ അപ്പൊ സന്ധ്യയാകാവുന്ന സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയമാണ് അല്ലേ? അപ്പോൾ ഇദ്ദേഹം ഇതുവരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? നമ്മൾ പലരും ചെയ്യാറുണ്ടല്ലോ, ഉച്ചയ്ക്ക് ഇച്ചിരി ചാപ്പാടൊക്കെ അടിച്ച് കഴിയുമ്പോൾ ഒരു മയക്കം അല്ലേ, ഒരു ഉറക്കം. ആ ഉറക്കമായിരുന്നു ഇവിടെ ദാവീദ് ചെയ്തുകൊണ്ടിരുന്നത്. തുടർന്ന് വായിക്കാം. എഴുന്നേറ്റു രാജധാനിയുടെ മാളികമേൽ വിവരിക്കുന്നില്ല, നമുക്ക് അറിയുന്നൊരു സംഭവമാണ്. ദൈവമക്കളായിരിക്കും, നമുക്കെല്ലാം അറിയുന്നൊരു സംഭവമാണ്. മാളിക മുറിയിൽ ഉലാവിക്കൊണ്ടിരുന്ന സമയത്ത്, സന്ധ്യാസമയത്ത് കാണാൻ പാടില്ലാത്തതായിരിക്കുന്ന ഒരു രംഗം താൻ കാണുകയാണ്. ആ കാഴ്ച ദാവീദിനെ പാപത്തിലേക്ക് കൊണ്ടുപോകും. നമുക്കറിയാം ഈ 10 കൽപ്പനകൾ ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ 10 കൽപ്പന. ഇതിലേറ്റവും സീരിയസ് ആയിരിക്കുന്ന കൽപ്പന ഏതാണെന്നറിയോ? നമ്മൾ വിചാരിക്കുന്നത് ആ 1, 2, 3, 4 കൽപ്പനകളൊക്കെ പ്രാധാന്യം കൊടുത്തിട്ട് ഈ 10ാമത്തെ കൽപ്പനയ്ക്ക് വലിയ പ്രാധാന്യം ഒന്നും ആരും കരുതില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 10ാമത്തെ കൽപ്പനയായിരിക്കുന്ന മോഹിക്കരുത് എന്ന പാപം ലംഘിച്ചു കഴിഞ്ഞാൽ തെളിവാണ്, കൊലപാതകം ചെയ്യും, വ്യഭിചാരം ചെയ്യും. അപ്പോൾ ഈ മോഹത്തോടനുബന്ധിച്ച് വരുന്നു. ഇവിടെ നോക്കിക്കേ, അത് കണ്ട് ആ ദാവീദ് ആ കാഴ്ച കണ്ട് തൻ്റെ ഹൃദയത്തിൽ മോഹം വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? ആ സ്ത്രീയുമായി വ്യഭിചാരം ചെയ്തു. കണ്ടോ? 7ാം കൽപ്പന ലംഘിച്ചു. അടുത്തത്, അത് മറയ്ക്കാനായിട്ട്
കൊലപാതകം ചെയ്തു. കണ്ടോ? അപ്പോൾ മോഹം എന്ന് പറയുന്നത് ചെറിയൊരു വിഷയമല്ല. നമ്മൾ പലപ്പോഴും അതിനെ വലിയ ഗൗരവമായിട്ട് കാണാറില്ല. പക്ഷേ ഈ മോഹം എന്നതായിരിക്കുന്ന പാപം സംഭവിച്ചു കഴിയുമ്പോൾ അത് അവിടെ തന്നെ നിൽക്കുന്നില്ല. തുടർമാനമായി പല പാപങ്ങളിലേക്കും, കൊലപാതകത്തിലേക്കും, വ്യഭിചാരത്തിലേക്കും, പലതിലേക്കും നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ സ്ത്രീയുമായി തെറ്റ് ചെയ്തായിരിക്കുന്ന ദാവീദിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഈ സ്ത്രീ ഗർഭിണിയായി. മറ്റു പാപങ്ങളൊക്കെ ഇവിടെ നമുക്ക് അറിയുന്നുണ്ട്. ഗർഭിണിയായി. ആ സമയത്ത് കുഞ്ഞ് ജനിച്ചു. നമ്മൾ വായിക്കുന്നത് ഇപ്പോൾ വായിച്ചത് ഈ കുഞ്ഞിന് 15 വായിച്ച ഊര്യാവിൻ്റെ ഭാര്യ ദാവീദിന് പ്രസവിച്ച കുഞ്ഞിനെ യഹോവ ബാധിച്ചു. ആ കുഞ്ഞിന് എന്തോ മാരകമായ കാര്യമായിരിക്കുന്ന അസുഖം ബാധിച്ചു. തുടർന്ന് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദാവീദ് കുഞ്ഞിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. നേരത്തെ മോശയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന് മുമ്പ് ഒരു പ്രാർത്ഥന വയ്ക്കുകയാണ്, അത് അപേക്ഷ വയ്ക്കുകയാണ്. എന്താണ്? ഈ കുഞ്ഞിൻ്റെ രോഗം മാറി ഈ കുഞ്ഞിനെ തിരികെ കിട്ടണം. ആ കുഞ്ഞിന് വലിയ ഇഷ്ടമായിരുന്നു ദാവീദിന്. സംഭവിച്ചത് എന്താണെന്ന് നോക്കിക്കേ. നമ്മൾ 16 മുതൽ വായിക്കുന്നുണ്ട്. ദാവീദ് കുഞ്ഞിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദാവീദ് ഉപവസിക്കുകയും അകത്ത് കിടന്ന് രാത്രി മുഴുവനും നിലത്ത് കിടക്കുകയും ചെയ്തു. അവൻ്റെ ഗൃഹപ്രമാണി അവനെ നിലത്ത് എഴുന്നേൽപ്പിക്കുവാൻ ഉത്സാഹിച്ചും കൊണ്ട് അരികെ നിന്നു. എന്നാൽ അവന് മനസ്സായില്ല. അത് തുടർന്ന് വായിക്കുന്ന എങ്ങനെയാണ്? എന്നാൽ 7-ാം ദിവസം കുഞ്ഞു മരിച്ചുപോയി. അപ്പോൾ എത്ര ദിവസം ദാവീദ് ഉപവസിച്ചു? 6 ദിവസം ഉപവസിച്ചു. 7-ാമത്തെ ദിവസം ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുത്തില്ല. തൻ്റെ ആവശ്യത്തെ ദൈവം എന്ത് ചെയ്തു? തിരസ്കരിച്ചു. കുഞ്ഞു മരിച്ചുപോയി. എന്തായിരിക്കും ഈ പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ കാരണം? ഈ കുഞ്ഞിൻ്റെ രോഗം മാറാനായിട്ട് ദാവീദ് ദൈവം മുമ്പാകെ പ്രാർത്ഥിച്ചു. പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം അനുകൂലമായി ഉത്തരം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ആ കുഞ്ഞ് മരിച്ചു പോകാൻ കാരണമായി തീർന്നു. എന്താണ് അതിൻ്റെ കാരണം? ദൈവം മുമ്പാകെയുള്ള കാരണം എന്തായിരിക്കും? തെറ്റ് ചെയ്തു. പക്ഷേ ഈ കുഞ്ഞിനോടുള്ള ബന്ധത്തിൽ തെറ്റ് ചെയ്തു. വ്യഭിചാരം ചെയ്തു, കൊലപാതകം ചെയ്തു, വഞ്ചന ചെയ്തു. ഈ ഊര്യാവിനെ എവിടെ ഇട്ടാ? പടയിൽ ഏറ്റവും മൂർധന്യമായിരിക്കുന്ന പടയിലേക്ക് വിട്ട് ഈ ഊര്യാവിനെ കൊല്ലാനുള്ള സ്ഥലത്ത് നിന്ന് അവനെ കൊന്നു. നോക്കിക്കണം, നിരവധി പാപങ്ങൾ ചെയ്തു. പുറകെ വരുന്ന നോക്കിക്കേ, ആ കുഞ്ഞിനെ ദൈവം കൊടുത്തില്ല. എന്തായിരിക്കും അതിൻ്റെ കാരണം? ദൈവം ഒന്ന് ചെയ്താൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ചെയ്യില്ല. ഞങ്ങളിന്ന് പകലിൽ വചന ശുശ്രൂഷയോട് ബന്ധപ്പെട്ട ആ കാര്യം ചിന്തിച്ചായിരുന്നു. എന്താണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം, 6-ാം ദിവസം എന്ന് പറഞ്ഞ് സൃഷ്ടിയുടെ ഓരോ ദിവസങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? ആ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. 1-ാം ദിവസത്തിൽ പറയുന്നുണ്ട് നല്ലത് എന്ന് ദൈവം കണ്ടു. 3-ാം ദിവസത്തിൽ പറയുന്നുണ്ട് നല്ലത് എന്ന് ദൈവം കണ്ടു. 4-ാം ദിവസം, 5-ാം ദിവസം, 6-ാം ദിവസത്തിൽ എല്ലാം പറയുന്നുണ്ട് നല്ലത് എന്ന് ദൈവം കണ്ടു. 2-ാം ദിവസത്തിൽ അതുണ്ടെന്നൊന്ന് നോക്കിക്കേ. 2-ാം ദിവസത്തോടെ സൃഷ്ടിയോട് ബന്ധപ്പെട്ട് നല്ലത് എന്ന് ദൈവം കണ്ടു എന്നവിടെ എഴുതിയിട്ടില്ല. എന്താ അതിന് കാരണം? ഒന്ന് നോക്കിയിട്ട് നമുക്ക് വേഗം വരാം. ഞങ്ങൾ പകൽ ചിന്തിച്ചതാണ്, എങ്കിലും പകൽ ഇവിടെ ഇല്ലാതിരുന്നവരും കൊണ്ട് പറയാം. 2-ാമത്തെ ദിവസം, 2-ാം സൃഷ്ടി 6ഉം 7ഉം 8ഉം വാക്യങ്ങളൊന്ന് വായിച്ചേ. 6ഉം 7ഉം 8ഉം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6ഉം 7ഉം 8ഉം വാക്യങ്ങൾ. ഒന്നാം അധ്യായം. വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം, നോക്കണേ, ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. സംഭവിച്ചു. അവിടെ എവിടെയും നല്ലത് എന്ന് കണ്ടു എന്ന് എഴുതിയിട്ടില്ല. എന്താ കാരണം എന്നറിയാമോ? ഈ സംവിധാനം നല്ലതിനായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ കുറെ വെള്ളം നിർത്തിയിരിക്കുക. അതെന്തിനായിരുന്നു? നമുക്ക് ഏത് അറിയുന്നവരാണല്ലോ. എന്തിനായിരുന്നു? ആകാശത്തിൽ കുറച്ച് വെള്ളം അവിടെ നിർത്തി വെച്ചിരിക്കുക. കുറച്ച് വെള്ളവുമല്ല, പിൽക്കാലത്ത് നൂറ്റാണ്ടുകൾക്ക് ശേഷം നോഹയുടെ കാലത്ത് ഒരു ജലപ്രളയത്തിന് വേണ്ടി സർവജ്ഞാനിയായിരിക്കുന്ന ദൈവം മുൻപേ തന്നെ അവിടെ വെള്ളം സൂക്ഷിച്ചു. കുറച്ച് വെള്ളമായിരുന്നു അത്. നോഹയുടെ കാലത്ത് എത്ര ദിവസം മഴ പെയ്തേ?
40 രാവും 40 പകലും ഇടവിടാതെ മഴ പെയ്യണമെങ്കിൽ എത്ര വെള്ളം മേളിൽ സ്റ്റോക്ക് ചെയ്തിരിക്കണം? അപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന ഒരു സംഭരണിയായിരുന്നു, ഒരു ഡാമായിരുന്നു അവിടെ കാത്തു സൂക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് അവിടെ നല്ലതെന്ന് പറയാൻ സാധിക്കില്ല. നല്ലൊരു കാര്യത്തിന് വേണ്ടി ആയിരുന്നില്ല, അതുകൊണ്ട് അവിടെ നല്ലതെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന് എല്ലാത്തിനും ഓരോ ഉദ്ദേശമുണ്ടായിരുന്നു. ഇവിടെ ഈ 7 ദിവസം ഉപവസിച്ച് രാജാവിൻ്റെ ജീവിതം നമുക്കറിയാമോ. രാജാവിന് എന്താ രാജാവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തന്നെ എടുക്കാം, അവർക്ക് എന്തെങ്കിലും കുറവുണ്ടോ? എന്തിനേലും കുറവുണ്ടോ? നമ്മുടെ നാട്ടിൽ എത്ര പേര് പട്ടിണി കിടക്കുന്നുണ്ട്, എത്ര പേര് അതില്ലാതിരിക്കുന്നു, ഇതില്ലാതിരിക്കുന്നു. ഇവർക്ക് വല്ല കുഴപ്പമുണ്ടോ? അപ്പോൾ രാജാവിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയേ. രാജാവിനൊന്നിനും കുറവില്ല. അപ്പം വായിക്കേ, രാജാവ്, നമ്മൾ സാധാരണ പറയാറുണ്ട്, രാജാവ് കിടക്കുന്ന മെത്തയുടെ പേരെന്താ? പള്ളിമെത്ത അല്ലേ? നമ്മുടെ ഇവിടെ മെത്ത എന്ന് പറയുന്നത്. ആ മെത്തയിൽ കിടക്കേണ്ട രാജാവ് ദാവീദ് എവിടെ കിടക്കുന്നത്? ഇപ്പോൾ 7 ദിവസം നിലത്താ കിടക്കുന്നത്. ഇഷ്ടംപോലെ സുഖസുന്ദരമായിരിക്കുന്ന ബിരിയാണിയും റോസ്റ്റും ബോസ്റ്റും എന്തൊക്കെയോ പേര് പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം പറഞ്ഞാൽ ആ സെക്കൻഡിൽ വരുന്നതാണ് രാജാവിന്. പക്ഷേ രാജാവ് ഇതൊന്നും കഴിക്കാതെ നിലത്ത് കിടക്കുന്ന പറഞ്ഞാൽ പരിപൂർണ ഉപവാസത്തിൽ കിടന്നിട്ടും ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടും ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തില്ല. ഈ കുഞ്ഞ് മരിച്ചുപോയി. കാരണം എന്താണെന്നറിയാമോ? ഇതാണ്, ഈ ദാവീദിൻ്റെ ഊര്യാവിൽ കൂടെ തന്നെ ജനിക്കുന്ന ഒരു കുഞ്ഞിനെയാണ് ദാവീദിൻ്റെ അനന്തരാവകാശിയായിട്ട് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളത്. പക്ഷേ ഈ കുഞ്ഞിനെ കൊടുക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്നറിയോ? ഈ കുഞ്ഞ് സിംഹാസനത്തിൽ വന്നിരുന്നാൽ ദൈവനാമം ദുഷിക്കപ്പെടും. കാരണം ഈ കുഞ്ഞുണ്ടായത് നല്ല വഴി കൂടെയല്ല, ഒരു വ്യഭിചാര സന്തതിയാണ് ഈ കുഞ്ഞ്, ആൺകുഞ്ഞാണ്. ഈ കുഞ്ഞ് ജീവിച്ചിരുന്നാൽ ഭാവിയിൽ ഈ കുഞ്ഞ് ആരായിട്ട് വരും? അനന്തരാവകാശിയായിട്ട് സിംഹാസനത്തിൽ കയറിയിരിക്കും. ലോകജനം മുഴുവനും വിളിച്ചു പറയുന്നത് വ്യഭിചാര സന്തതി സിംഹാസനത്തിൽ കയറിയിരിക്കുന്നു. ദൈവം അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഈ ദാവീദിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം എന്ത് ചെയ്തില്ല? അനുകൂലമായി ഉത്തരം കൊടുത്തില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവനാമം ദുഷിക്കപ്പെടും എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന എത്ര വലുതാണെങ്കിലും, എത്ര ദിവസം നമ്മൾ പ്രാർത്ഥിച്ചാലും, എത്രത്തോളം ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും ദൈവം അതിന് അനുകൂലമായിട്ട് ഉത്തരം തരികയില്ല. കാരണം അത് തന്നാൽ ദൈവനാമം ദുഷിക്കപ്പെടും. അതാണ് ദാവീദിൻ്റെ ഈ ചോദ്യത്തിനാൽ, ഈ പ്രാർത്ഥനയ്ക്ക്, ഈ അപേക്ഷയ്ക്ക് ദൈവം ഉത്തരം നൽകാതെ പോയത്. പക്ഷെ ദാവീദ് ഇതൊരു മാതൃക താഴെ വരുന്നുണ്ട്. ഒന്ന് വായിച്ച് നോക്കിക്കേ, 19-ാം വാക്യം. നോക്കണേ, ഈ ഭൃത്യന്മാർ തമ്മിൽ, ഈ വേലക്കാർ തമ്മിൽ കുശുകുശ പറയുന്നത് കേട്ടപ്പം ദാവീദിന് മനസ്സിലായി കുഞ്ഞ് മരിച്ചുപോയി. പറഞ്ഞു കേട്ടതല്ല, പക്ഷെ അവരെ കുശുകുശുപ്പാണ് കേട്ട് കഴിഞ്ഞപ്പോൾ ദാവീദ് ചിന്തിച്ചപ്പോൾ മനസ്സിലായി കുഞ്ഞ് മരിച്ചുപോയി. 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടും ദൈവം പ്രാർത്ഥന കേൾക്കാതെ ഈ കുഞ്ഞ് മരിച്ചുപോയെങ്കിൽ നമ്മളെപ്പോലുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്തേനെ? ഇവിടെ ദാവീദ് ചെയ്ത് എന്താന്ന് നോക്കിക്കണേ. 20-ാം വാക്യത്തിൽ കുഞ്ഞ് മരിച്ചുപോയോ എന്ന് ദാവീദ് ചോദിച്ചു. പറഞ്ഞു. ഞാൻ ചിന്തിച്ച എങ്ങനെയാണ്, 7 ദിവസം ഉപവസിച്ച് കിടന്ന വിശന്ന് വലഞ്ഞിരിക്കുന്ന ദാവീദ് കുഞ്ഞ് മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്തായിരുന്നു? തൻ്റെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന ആഹാരം ആവശ്യപ്പെടാമായിരുന്നല്ലേ. പക്ഷെ ദാവീദ് ചെയ്ത് നോക്കിക്കേ, താൻ നിലത്ത് നിന്ന് എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാതി യഹോവയുടെ ആലയത്തിൽ ചെന്ന് നമസ്കരിച്ചു. നമുക്കൊരു വലിയ മാതൃകയാണ്. നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ദൈവം അനുകൂലമായിട്ട് ഉത്തരം കിട്ടിയില്ല എന്ന് വരുമ്പോൾ ദൈവത്തോട് പിണങ്ങുന്നതിന് പകരം ഇതിന് ഉത്തരം ദൈവം തരാതെ പോയെങ്കിൽ, ദൈവമേ ഇത് അവിടുത്തെ ഇഷ്ടമാകൊണ്ട് ഞാൻ ആ ഇഷ്ടത്തിന് വിധേയപ്പെടുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് നമസ്കരിക്കുക, ദൈവത്തിന് നന്ദി പറയുക. അപ്പോൾ 2 പേരെ കുറിച്ച് നമ്മൾ ചുരുക്കം സമയത്തിൽ ഇനി 2 പേരെയും കൂടെ കുറിച്ചൊന്ന് ചിന്തിച്ച് നിർത്താമെന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലേക്ക് ഒന്ന് വരാം. അടുത്ത ബുക്ക് തന്നെ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം, 19-ാം അധ്യായം. ഇത് സാധാരണക്കാരാളല്ല കേട്ടോ. നേരത്തെ എന്തിച്ച പോലെ മോശ ദൈവത്തിന് പ്രിയനായവൻ, ദാവീദ് ദൈവത്തിന്
ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പറഞ്ഞതായിരിക്കുന്ന വ്യക്തിയാണ്. മൂന്നാമത്തെ ആളെക്കുറിച്ച് നമുക്ക് വായിക്കാം. 19-ാം അധ്യായം 1 രാജാക്കന്മാർ 19-ാം അധ്യായം 4 മുതൽ ഒന്ന് വായിച്ചേ. മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാനിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് പ്രാർത്ഥിച്ചത് ഏലിയാവാണ്. ഏലിയാവ് ചെയ്ത അത്ഭുതങ്ങൾ നമുക്കറിയാമല്ലോ അല്ലേ? വലിയ വലിയ അത്ഭുതങ്ങൾ പ്രദർശിച്ചായിരിക്കുന്ന ഏലിയാവ് ഇവിടെ ഭയന്ന് പരവശനായി ദൈവം മുമ്പാകെ ഒരു പ്രാർത്ഥന അപേക്ഷിക്കുകയാണ്. നമുക്കത് വായിക്കാൻ സാധിക്കണം. 1 മുതൽ 1 വായിക്കാം. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഈസബേലിനോട് പറഞ്ഞു. ഈസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ വന്ന് ദൂതനെ അയച്ചു, നാളെ ഈ നേരത്ത് ഞാൻ നിൻ്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണം അധികം ചെയ്യുമാറാകട്ടെ എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ ഏലിയാവ് എന്ത് ചെയ്യാണ്? ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്ക് ഉൾപ്പെട്ട ബേർശെബയിൽ ചെന്ന് അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് നോക്കിക്കേ, ഇപ്പോൾ 4-ാം വാക്യം വായിച്ചത്. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. വലിയ ദുഃഖത്തിലുള്ള പ്രയാസത്തിൽ പോകുമ്പോൾ ചില ദൈവമക്കളും പറയും, മതി കർത്താവേ. ആരെയും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? മതി കർത്താവേ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് നോക്കുമ്പം ഭയാനകമാണ്, നിരാശാജനകമാണ്. ഒന്നും സന്തോഷമായിട്ട് മുന്നാൻ കാണുന്നില്ലെന്ന് വരുമ്പോൾ ദൈവമുമ്പാകെ അപേക്ഷിക്കുന്നവരുണ്ട്. മതി കർത്താവേ, എന്നെ അങ്ങോട്ട് എടുത്തേക്കണേ. ഏലിയാവ് അത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ, വായിക്കാം, പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്ന് നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട അടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക, നിനക്ക് യാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ദൂരയാത്ര ചെയ്യുവാനുണ്ടാക്കുന്നുണ്ടോ? എന്താ ഏലിയാവിൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കാഞ്ഞതാണ്? വേറൊരു അപകടം കൂടെ എൻ്റെ പുറകിലുണ്ട്. മതി യഹോവേ, എനിക്ക് മതി, ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് ദൈവം മുമ്പാകെ മരിപ്പാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഏലിയാവിന് ഇനിയും അനേക കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുത്തില്ല. ഇതിൽ രസകരമായി വേറൊരു കാര്യം ഉണ്ടാവും. മരിക്കാൻ ആഗ്രഹിച്ച ഏലിയാവ് ഇതുവരെയും മരിച്ചിട്ടില്ല. ഏലിയാവ് ഇതുവരെയും മരിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ ചിന്തിച്ചല്ലോ, മറുരൂപമതിൽ കർത്താവിൻ്റെ ഇടത്തും വലത്തുമായി നിന്ന വ്യക്തികളിൽ ഒരാളാണ് ഏലിയാവ്, മരിച്ചിട്ടില്ലാത്ത ഏലിയാവ്. അപ്പോൾ നോക്കണേ, നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ചില വിശദീകരിക്കുന്നവർ പറയുന്നുണ്ട്, ആ 2 പുരുഷന്മാരിൽ ഒരാൾ ഏലിയാവായിരിക്കും എന്ന് പറയുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ മരണം കാണാതെ 2 പേര് പോയിട്ടുണ്ടല്ലോ. ആരൊക്കെയാ? ഹാനോക്കും ഇവർ 2 പേരായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. മരിപ്പാൻ ആഗ്രഹിച്ച് ദൈവം മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചവനായിരിക്കുന്ന ഏലിയാവിൻ്റെ ആ പ്രാർത്ഥനയെ ദൈവം കേട്ടില്ല എന്ന് മാത്രമല്ല, ഇതുവരെയും ഏലിയാവ്, അതുകൊണ്ട് എന്നെ ഇപ്പം തന്നെ വിളിച്ചോണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ദൈവം ഉത്തരം തരികയില്ലെന്ന് മാത്രമല്ല, ചിന്തിക്കാത്ത വഴി കൂടിയായിരിക്കും ദൈവം ചിലപ്പോൾ കുറേ കാലം കൂടെ നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഏലിയാവ് സാധാരണക്കാരനല്ല. ഇനി ഒരാളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. 3 നാൾ കഴിഞ്ഞു. സാധാരണക്കാരനല്ല മോശ, സാധാരണക്കാരനല്ല ദാവീദ്, സാധാരണ പ്രവാചകന്മാരിൽ ഒരാളല്ല ഏലിയാവ്. ഇനി 4-ാമത്തെ ഒരാൾ ആരായിരിക്കും? 2 കൊരിന്ത്യർ. ഇപ്പോൾ പിടികിട്ടിയല്ലേ? 12-ാം അധ്യായം 12-ന്റെ 1 മുതൽ വായിക്കാം. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഒന്ന് വായിച്ചാട്ടെ.
ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ഉം, അവൻ 14 സംവത്സരം മുൻപേ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു. ഉം. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല. ആരാ ഈ മനുഷ്യൻ? പൗലോസ് തന്നെയാ. ഇനി താഴോട്ട് വായിക്കാം. ആ, ദൈവം അറിയുന്നു, ഉം, ആ മനുഷ്യൻ പരദീസയോളം എടുക്കപ്പെട്ടു. ഉം, ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഉം, ദൈവം അറിയുന്നു. ഉം, മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും ഉം, പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. ഉം, അവനെ കുറിച്ച് ഞാൻ പ്രശംസിക്കും, ഉം. എന്നെ കുറിച്ചോ എന്റെ ബലഹീനതകളിലല്ലാതെ ഉം. പ്രശംസിക്കുകയില്ല. അടുത്ത് ഞാൻ പ്രശംസിക്കാൻ വിചാരിച്ചാലും മൂടനാകയില്ല, സത്യമല്ലോ പറയുന്നത്. എങ്കിലും എന്നെ കാണുന്നതിനും എന്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെ കുറിച്ച് നിരൂപിക്കരുത് എന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. അടുത്ത് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. വെളിപ്പാടുകളുടെ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ ആയിരിക്കാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. തന്നിരിക്കുന്നു. നമുക്കറിയുന്ന ഒരു ഭാഗമാണ്. എനിക്ക് ജഡത്തിൽ, പൗലോസിൻ്റെ ജഡത്തിൽ ദൈവം ഒരു ശൂലം. എന്താ ഈ ശൂലം എന്ന് പറഞ്ഞാൽ? പാലക്കാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം ഈ ശൂലം എന്ന് പറഞ്ഞാൽ. അല്ലേ? ഇവിടെ മരത്തിൻ്റെ കീഴങ്ങളിലെല്ലാം ദൈവങ്ങളുണ്ട്. അവിടെയെല്ലാം ഈ കുത്തിവെച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ശൂലം കുത്തുന്നതാണ്, വേദനിപ്പിക്കുന്നതാണ് അല്ലേ? അപ്പോൾ ശരീരത്തിലൊരു ശൂലം പൗലോസിന് ദൈവം കൊടുത്തിരിക്കുകയാണ്. അടുത്തത് ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ഉം, എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ ഉം, അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഉം. ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. ഈ ശൂലം ശരീരത്തിൽ ദൈവം തന്നു എന്ന് മനസ്സിലാക്കിയ പൗലോസ് അപ്പോസ്തലൻ 3 വട്ടം അപേക്ഷിക്കുകയാണ്. എന്നിട്ട് അവൻ എന്നോട് ആ എന്റെ കൃപ നിനക്ക് മതി, ഉം. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. നോക്കണേ, ഇതാരാ? പൗലോസ് നേരത്തെ പറഞ്ഞ പോലെ മറ്റേ 3 പേരും പഴയ നിയമത്തിലെ പ്രഗത്ഭന്മാരായിരുന്നെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പുതിയ നിയമത്തിലെ പ്രഗത്ഭൻ. നിങ്ങൾ അറിയാമോ, യേശു ക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്നത് ആരെക്കുറിച്ചാണ്? പൗലോസിനെ കുറിച്ചാണ്. ഞാൻ അത്ഭുതപ്പെട്ട് ചിന്തിച്ചിട്ടുണ്ട്. 3.5 വർഷക്കാലം കർത്താവിനോട് കൂടെ നടന്ന കുറേ പേരുണ്ടായിരുന്നില്ലേ? പത്രോസ് മുതൽ എത്രയോ പേരുണ്ടായിരുന്നു. അവരെക്കാളൊക്കെ കർത്താവിനോട് കൂടെ നടക്കാതിരുന്ന ഈ പൗലോസിന് ദൈവം ഉന്നതമായിരിക്കുന്ന ഒരു സ്ഥാനം കൊടുത്തു. ഈ പൗലോസ് ശിഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, യൂദായ്ക്ക് പകരം ഇവർ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ ഒരാളെ തിരഞ്ഞെടുക്കുന്നുണ്ട് അല്ലേ? ആരെയാ? മത്യാസിനെ പിന്നെ എവിടെയെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ? പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ഇതാണ്, ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും വലിയ വ്യത്യാസമുണ്ട്. മത്യാസിനെ തിരഞ്ഞെടുത്തത് ആരായിരുന്നു? അവിടെ കൂടിയിരുന്ന മനുഷ്യരായിരുന്നെങ്കിൽ ഈ പൗലോസിനെ, ഈ ശൗലിനെ തിരഞ്ഞെടുത്തത് ആരാ? ഡെമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച്. നോക്കണേ, ഈ വിശ്വാസത്തിലേക്ക് വന്നവരെ നിർമൂലനം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതായിരിക്കുന്ന ആ മഹാമനുഷ്യനെ ദൈവം സാധാരണക്കാരനായിട്ട് വിട്ടില്ല. തൻ്റെ ക്രിസ്തീയ പ്രവർത്തനത്തിന് ഏറ്റവും ഉച്ചകൂടി നിൽക്കുന്ന മനുഷ്യനായിട്ട് നമ്മൾ വായിക്കും. നോക്കണേ, അന്ന് കാലത്ത് ഇന്നത്തെ പോലെ നമ്മുടെ കരങ്ങളിൽ ഉള്ള പോലെ പുസ്തകമൊന്നുമില്ല. ദൈവം സംസാരിച്ചത് എങ്ങനെയായിരുന്നു? ഓരോ വ്യക്തികളിലും ദർശനങ്ങളും വെളിപ്പാടുകളും കൊടുത്തിട്ട് അവരിൽ കൂടെയാണ് ദൈവജനത്തെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ അന്നത്തെ നമ്മൾ ചിന്തിച്ച് നോക്കുക, പത്രോസ് ലേഖനം എഴുതിയിട്ടുണ്ട് അല്ലേ? യോഹന്നാൻ ലേഖനം എഴുതിയിട്ടുണ്ട്, യൂദാ ലേഖനം ഒരുങ്ങിയിട്ടുണ്ട്. കർത്താവിന് കൂടെ നടന്നായിരിക്കുന്ന അപ്പോസ്തലന്മാർ കുറച്ച് പേരൊക്കെ ലേഖനം എഴുതിയിട്ടുണ്ട്. കൂടെ നടക്കാത്തതായിരിക്കുന്ന ഈ പൗലോസ് എഴുതിയ ലേഖനങ്ങളുടെ പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ കർത്തൃവിശ്വാസന്മാർ, കർത്താവിനെ സ്വീകരിച്ചവർ, രക്ഷിക്കപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞ് നമ്മൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ആരാ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാവോ? കർത്താവിന് കൂടെ നടന്ന ആരും പറഞ്ഞിട്ടില്ല. പൗലോസ് എന്താ എഴുതിക്കുന്നത്? തെസ്സലോനിക്കർക്ക് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും പിന്നെ രൂപാന്തരം പ്രാപിച്ച് മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേക്കും, ജീവനോടിരിക്കുന്ന വിശ്വാസി രൂപാന്തരം പ്രാപിച്ച്. നോക്കണേ, മരിച്ചു കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് പൗലോസിനാ. പത്രോസിന് കൊടുത്തിട്ടില്ല, യോഹന്നാന് കൊടുത്തിട്ടില്ല, കൂടെ നടന്ന അപ്പോസ്തലന്മാർക്ക് കൊടുത്തിട്ടില്ല. കൂടെ നടക്കാത്തവൻ മാത്രമല്ല, സഭയെ ഉപദ്രവിച്ച് മുടിക്കാൻ വേണ്ടി നടന്നതായിരിക്കുന്ന ഈ ശൗൽ ആയിരുന്ന പൗലോസിന് ദൈവം മറ്റാർക്കും കൊടുക്കാത്ത വെളിപ്പാടുകൾ നിരന്തരം കൊടുത്തിരുന്നു, ഒരുപാട് കൊടുത്തിരുന്നു.
ദൈവസഭയ്ക്ക് വേണ്ടി ഈ പൗലോസിനെ ദൈവം എടുത്ത് ഉപയോഗിച്ചിരുന്നു, ശക്തമായി ഉപയോഗിച്ചിരുന്നു. അക്കാരണത്താൽ ഈ വെളിപ്പാടുകളുടെ ആധിക്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന് ദൈവജനത്തോട് പറയാനുള്ളത് ഈ ശൗലിന് വെളിപ്പെടുത്തി കൊടുത്തിരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ഒരു ടെൻഡൻസി ഉണ്ട്. എന്താണെന്നറിയാമോ? 4 പേര് എന്നെ പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഉള്ളിലൊരു അഹങ്കാരം വന്നു കയറും. വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം അഹങ്കാരികളോട് എതിർത്തു നിൽക്കുന്നു. ഈ ശൗലിനോട് എതിർത്ത് നിൽക്കാൻ ദൈവത്തിന് കഴിയുകയില്ല. ഈ ശൗൽ അഹങ്കാരിയായി തീർന്നു കഴിഞ്ഞാൽ ദൈവത്തിന് ശൗലിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ശൗല് പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ ശരീരത്തിലുള്ള ഈ ശൂലം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ചിലർ പറഞ്ഞ കണ്ണിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ എന്തോ മാരകമായ ശാരീരിക അസ്വാസ്ഥ്യം ഈ പൗലോസിന് ഉണ്ടായിരുന്നു എന്നാണ് വേദപണ്ഡിതന്മാർ പറഞ്ഞത്. എന്തായിരുന്നാലും തന്നെ അലട്ടുന്നതായിരിക്കുന്ന ഒരു രോഗം ഈ പൗലോസിനുണ്ടായിരുന്നു. പൗലോസ് 3 വട്ടം പ്രാർത്ഥിച്ചു. അത് നമ്മൾ എടുത്തു നോക്കണം. 1 വട്ടമല്ല, 3 വട്ടം കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇതൊന്ന് മാറ്റിത്തരണമേ. കർത്താവ് മാറ്റിക്കൊടുത്തില്ല. എന്നിട്ട് പറയുന്ന നോക്കിക്കേ, എൻ്റെ കൃപ അത് നിന്റെ ബലഹീനതയിൽ എന്ത് ചെയ്യും? തികഞ്ഞു വരും. പ്രിയമുള്ളവരെ, ചില കാര്യങ്ങൾ നമുക്ക് കുടുംബത്തിലോ ഇനി ശരീരത്തിലോ ഭവനത്തിലോ ഏത് നിലയിലായിക്കൊള്ളട്ടെ, വേദനാജനകമായിരിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ദൈവം അതിന് പരിഹാരം തരുന്നില്ലെങ്കിൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇത് നിനക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ശൂലം നിനക്കില്ലെങ്കിൽ നീ ആരായിത്തീരും? അഹങ്കാരിയായിത്തീരും, ദൈവത്തെ മറുതലിക്കുന്നവനായിത്തീരും. എനിക്ക് പിന്നെ നിന്നോട് ഇടപെടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം അത് ഇരിക്കട്ടെ മോനെ. ഇതാ ശൗലിനോട് പറഞ്ഞ ആ വാക്ക് നോക്കിക്കേ. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. നമുക്കത് മതി. കർത്താവ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ശരീരത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഏതെങ്കിലും രീതിയിലാണെങ്കിലും. പലരും ചിന്തിക്കാറുണ്ട്, കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മക്കളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്ന് കാര്യം മനസ്സിലാക്കുക, പ്രാർത്ഥിക്കണം. പക്ഷെ ഉത്തരം കിട്ടുന്നില്ലെന്ന് വന്നാൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഇത് ദൈവം അനുവദിച്ചു വെച്ചിരിക്കുന്ന കാര്യം. എന്താ അറിയോ? ഇതും കൂടി ഇല്ലെങ്കിൽ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ട് ദൈവം ഇത് തന്നിരിക്കുന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. 4 പേരെക്കുറിച്ച് ചിന്തിച്ചു. പ്രഗത്ഭനായിരിക്കുന്ന മോശ തൻ്റെ അപേക്ഷ ദൈവം തള്ളിക്കളഞ്ഞു. കാരണം ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ ചെയ്ത കുറ്റത്തിന് ഒരു ശിക്ഷ അവർ കാണുക കൊടുത്തില്ലെങ്കിൽ ദൈവം ആരായിത്തീരും? കുറ്റക്കാരനായിത്തീരും. അതുകൊണ്ട് അവർ കാണുക ശിക്ഷ കൊടുത്തു, നീ കനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ദാവീദിനോട് പറഞ്ഞു, ആ കുഞ്ഞ് ഇനിയും ജീവിച്ചാൽ അത് ദൈവനാമത്തിന് അപമാനമായി തീരും. കാരണം അത് അരുതാത്ത വഴിയിൽ ജനിച്ചതായിരിക്കുന്ന കുഞ്ഞാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം നൽകിയില്ല. ഏലിയാവ് പ്രാർത്ഥിച്ചു, എന്നെ ഇങ്ങ് എടുത്തോണേ. ഒരു സ്ത്രീയുടെ പ്രകമ്പനത്തിന് മുമ്പിൽ ഭയന്നു പോയതായിരിക്കുന്ന ഏലിയാവ് മരിക്കാൻ പ്രാർത്ഥിച്ചു. ദൈവം അതിന് ഉത്തരം കൊടുത്തില്ല. ഇനിയും ദൈവത്തിന് ആവശ്യമായിരുന്നു. മാത്രമല്ല, ആ ഏലിയാവ് ഇതുവരെയും മരിച്ചിട്ടുമില്ല. 4-ാമത്തെ ശൗലിനെക്കുറിച്ച്, പൗലോസിനെക്കുറിച്ച് നമ്മൾ വായിച്ചു. തൻ്റെ ശരീരത്തിലുള്ളതായിരിക്കുന്ന ആ ശൂലം, ആ വേദന, ആ പ്രയാസം, രോഗം എന്തായിരുന്നാലും അത് മാറാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ഉത്തരം കൊടുത്തു. അതവിടെ ഇരിക്കട്ടെ, അത് നിനക്ക് നല്ലതിനാ. കാരണം നീ നെഗളിച്ചു പോയാൽ എനിക്ക് നിന്നോട് നടപടി എടുക്കേണ്ടി വരും. നീ നെഗളിച്ചു പോകരുത്. നിന്നെ എനിക്കും എൻ്റെ സഭയ്ക്കും ഭാരം നാളുകളിൽ അനേകം രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ആവശ്യമുള്ളത് കൊണ്ട് നിനക്ക് തന്നിരിക്കുന്നത് അവിടെ ഇരിക്കട്ടെ. അടുത്തത്, അതിനെ കവിയുന്ന കൃപ ഞാൻ നിനക്ക് നിരന്തരം തന്നുകൊണ്ടിരിക്കും. പ്രിയമുള്ളവർ, ഈ 4 പേരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം കൊടുത്തില്ലാത്തതിൻ്റെ കാരണം നമ്മളും ചിന്തിക്കുക, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരാതിരുന്നത് എന്തിനായിരിക്കും? എന്തുകൊണ്ടായിരിക്കും? ഈ 4-ൽ അപ്പുറമായിരിക്കുന്ന വേറൊരു മറുപടി നമുക്ക് വായിക്കാൻ സാധിക്കില്ല. ഇതുപോലുള്ള എന്തോ കാരണത്താലാണ് ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് അനുകൂലമായിട്ട് ഉത്തരം തരാതിരുന്നത് എന്ന് ചിന്തിച്ച് അതിന് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ സ്ഥലസഭ ഇങ്ങനെ ഒരു അവസരം അടിയനം തന്നാൻ ഈ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും എന്നെയും ഞങ്ങളെയും പ്രാർത്ഥനയിൽ വഹിക്കുക. ഈ സഭയെ ഓർത്തും ശുശ്രൂഷകളെ തുടർന്നും പ്രാർത്ഥനയിൽ ഞാൻ ഓർക്കുന്നതായിരിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.